വളരെ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് തുറന്നു പറഞ്ഞത്. ലൈവ് അപ്ഡേറ്റ് ഇപ്പൊ രാവിലെ നമ്മുടെ കിച്ചൺ ഏരിയയിൽ നിവിൻ അവിടെ പാചകം ചെയ്യുന്നുണ്ട്, അനുമോൾ ഇവിടെ ദോശ ചുടുന്നുണ്ട്, അത് കണക്ക് തന്നെ അനീഷേട്ടൻ അവിടെ നിന്ന് സവാള അരിയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ എന്തുവാ അക്ബർ ഉണ്ടല്ലോ അവിടെ നിന്ന് പാട്ട് പാടുന്നു, പ്രണയഗാനങ്ങളൊക്കെ പാടുന്നുണ്ട്. അപ്പൊ നമ്മുടെ അനീഷേട്ടനും ഈ അനുമോൾക്ക് അനുകൂലമായിട്ടുള്ള പ്രണയഗാനങ്ങളാണ് അവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അനീഷേട്ടൻ അവിടെ പറയുന്നുണ്ട്, എനിക്കൊരാളോട് ഇഷ്ടം തോന്നി, ഞാനത് അയാളോട് തുറന്നു പറഞ്ഞു. അപ്പം വളരെ പ്രതീക്ഷയോടാണ് ഞാനത് അയാളോട് പറഞ്ഞത്. അപ്പൊ എതിർഭാഗത്തിനത് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അതിനെ മാനിക്കണമെന്ന് അനീഷേട്ടൻ അവിടെ പറയുന്നു. അപ്പൊ അതോടെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയെന്നും പുള്ളിക്കാരൻ അവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നിവിൻ പറയുന്നു, അനീഷേട്ടൻ എനിക്ക് സ്വന്തം ഏട്ടനെ പോലെയാണ്, ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല, ഞാനിവിടെ വീണ്ടും സംസാരിക്കും, അനീഷേട്ടന്റെ മനസ്സിനെ വിഷയിപ്പിച്ച് ഒരുത്തി ഇവിടെ നിൽക്കേണ്ടതെന്ന് നമ്മുടെ നിവിൻ തമാശയിൽ പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് നിവിൻ വിളിച്ചു പറഞ്ഞ് അനീഷേട്ടൻ ഫാൻസ് കീ ജയ്, അനീഷേട്ടൻ ഫാൻസ് കീ ജയ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ അക്ബർ അവിടെ പറയുന്നുണ്ട്, അനീഷേട്ടാ ഞാനിവിടെ പ്രണയഗാനങ്ങൾ പാടുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനീഷേട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അനീഷ് ഒന്നും മറുപടി പറയുന്നില്ല. എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ പ്രണയഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കണം. രാവിലെ മുതൽ അക്ബർ ആവശ്യത്തിനുള്ള പ്രണയഗാനങ്ങളൊക്കെ പാടുന്നുണ്ട്. നമ്മുടെ നിവിനാണെങ്കിൽ അക്ബറിനോട് പറയുന്നു, അനുമോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കുടജാദ്രിയിൽ കുടചൂടുമ എന്ന പാട്ടാണ്. ആ പാട്ടെങ്കിൽ ആണെങ്കിൽ നമ്മുടെ നിവിൻ അവിടെ പാട്ട് പാടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ കാറ്റേ നീ വീശെടുത്തപ്പോൾ എന്നുള്ള പാട്ടൊക്കെ പാടി അവരെ അവിടെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അനുമോളും മുഖമൊക്കെ വീർപ്പിച്ച് നിൽക്കുകയാണ്. അപ്പം അനുമോൾക്ക് അത് വിഷമമായിട്ടുണ്ടെന്ന് അനീഷേട്ടന് മനസ്സിലായിട്ടാണ് അനീഷേട്ടൻ ആരോട് പറയുന്നത്, അക്ബറിനോടും നിവിനോടും പറയുന്നത്, ഈ വിഷയം ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല, ഒരു ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞു, അത് അവിടെ അവസാനിച്ച് ഇനി അതിനെ കൂടുതലിട്ട് ഇത് ചെയ്യേണ്ടെന്ന് നമ്മുടെ അനീഷേട്ടൻ അനുമോൾക്ക് വിഷമം മനസ്സിലായിട്ടാണ് അക്ബറിനോട് ഈ ഒരു കാര്യം അനീഷേട്ടൻ അവിടെ പറയുന്നത്.